ഗോവ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ പരസ്യമായി ശാസിച്ച് സസ്പെൻഡ് ചെയ്ത് ആരോഗ്യമന്ത്രി. രോഗിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലായിരുന്നു മന്ത്രി വിശ്വജിത് റാണയുടെ മിന്നൽ സന്ദർശനം. മന്ത്രിയുടേത് അധികാര ദുർവിനിയോഗമെന്ന് ഗോവ കോൺഗ്രസ് വിമർശിച്ചു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഓൺ ദ സ്പോട്ടിൽ മന്ത്രി ശാസിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യായിരുന്നു. വിശ്വജിത് റാണ എന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പേര്. അദ്ദേഹത്തിന് ഒരു പരാതി ഒരു രോഗിയിൽ നിന്ന് കിട്ടി എന്നതാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ ആശുപത്രിയിലേക്ക് അദ്ദേഹം നേരിട്ട് എത്തുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസറെ വിളിച്ചു വരുത്തുന്നു. ആരാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന് രോഷത്തോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്നെ. പിന്നീട് ഉദ്യോഗസ്ഥൻ ഡോക്ടർ വന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തോട് അതിരൂക്ഷമായ ഭാഷയിൽ അതിരൂക്ഷമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഉണ്ടായിരുന്നത്. നിങ്ങളുടെ നാവ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സംസാരം തുടങ്ങുന്നത് പോലും. ഒരു രോഗിക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് നിർദ്ദേശങ്ങൾ നൽകാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പരാതി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും രോഗിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നൊരു പരാതി ലഭിച്ചു എന്നതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ ഈ ചീഫ് മെഡിക്കൽ ഓഫീസറെ ഉടനടി സസ്പെൻഡ് ചെയ്യണം എന്ന് അദ്ദേഹം ആരോഗ്യമന്ത്രി അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട്. തന്റെ കാലാവധി കഴിയും വരെ ഇയാൾ ഈ തസ്തികയിൽ ഉണ്ടാകില്ല എന്ന് കൂടി പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത്. ഏതായാലും കോൺഗ്രസ് ഇതിനെ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അമിത് പാത്കർ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് ഇത് മെഡിക്കൽ സമൂഹത്തോടുള്ള ഒരു അനാദരവാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കണ്ടത്. അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയെങ്കിലും ഒരു വിശദീകരണം പോലും ചോദിക്കാനോ പറയാനോ പോലും അനുവദിക്കാതെ രോഷത്തോടെ സംസാരിക്കുകയും ഉടനടി ഈ തരത്തിലൊരു നടപടി സ്വീകരിച്ചത് തെറ്റാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസിന് ഈ കാര്യത്തിലുള്ളത്. ഡോക്ടർമാരോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് ഒരു പ്രസ്താവന കൂടി PCC അധ്യക്ഷൻ ഈ ഘട്ടത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളൊരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഗോവയിൽ.